മുതൽ ഇതിനകത്തുള്ള തിന്മയെല്ലാം മാറിയിട്ട് നന്മ മാത്രം കാണുന്ന തരത്തിലൊരു പ്രത്യേക ദർശനം എനിക്ക് ലഭിക്കട്ടെ. ആ ഒരു രീതിയിലല്ല ഇവിടെ. ഓരോ വ്യക്തിയുടെ അടുത്തോട്ടും ബന്ധപ്പെടുമ്പോൾ ആ വ്യക്തിയിലേക്ക് ബന്ധപ്പെടുന്ന വ്യക്തികള് അവർ ഉണ്ടാക്കുന്ന ഒരു വൃത്തിവിശേഷം അന്ധക്കരണത്തിലുണ്ട്. ആ അന്ധക്കരണത്തിലുണ്ടാകുന്ന വൃത്തിവിശേഷം ഒരിക്കലും എന്നെ അപായപ്പെടുത്തുന്ന രീതിയിലുള്ളതാണെന്ന് എനിക്ക് ബോധിക്കുന്ന തരത്തിലുള്ളതാവാതിരിക്കും. അതുകൊണ്ടാണ് അവയെല്ലാം എനിക്ക് മംഗളത്തെ നൽകുന്നതാണ്, എനിക്ക് സുഖത്തെ നൽകുന്നതാകട്ടെ എന്നുള്ള തരത്തിലായിരിക്കട്ടെ. എല്ലാ വ്യക്തികളും വസ്തുക്കളും ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തില് സർവത്ര സദാ മംഗളകരമായി ഭവിക്കട്ടെ. അതിനാല് ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമ അക്ഷഭിർ യജത്രാഹ. അല്ലയോ ദേവന്മാരെ, അതേമാതിരി കാണുമ്പോഴും മംഗളകരമായിട്ട് കാണട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നതിന് ഒന്നിനോടും എനിക്ക് വെറുപ്പുണ്ടാവാതിരിക്കണം. കാരണം വെറുപ്പ് ഉണ്ടാകുക എന്ന് പറയുന്നത്, ദേഷ്യം ഉണ്ടാകുക എന്ന് പറയുന്നത്, എനിക്കിഷ്ടമില്ലായ്മ എന്ന് പറയുന്നത് എന്റെ ഉള്ളിൽ തന്നെ വളർന്നു വരുന്ന രാഗദ്വേഷങ്ങളാണെന്ന് ബോധിച്ചു കഴിയുമ്പോൾ അത് ഓരോ വ്യക്തികളും അവരുടെ മനസ്സിൽ തന്നെ ചില അളവുകോലുകൾ വെച്ചിട്ടുണ്ട്, നന്മയും തിന്മയും ഓരോരുത്തരും. അതുകൊണ്ടാണ് ഈ സൗന്ദര്യ മത്സരത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് പലരെയും സൗന്ദര്യ റാണിമാരായിട്ട് തെരഞ്ഞെടുക്കും. നമ്മൾ നോക്കുമ്പോൾ ഇവരാണോ സൗന്ദര്യ റാണിമാരെന്ന് തോന്നിപ്പോ. കാരണം സൗന്ദര്യ റാണിയെ തെരഞ്ഞെടുത്തത് ജനകോടികൾ എന്ന് പറഞ്ഞിട്ട് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാനും വ്യക്തികളാണ്. അവരുടെ കണ്ണുകളിലെ സങ്കല്പം, അവരുടെ മനസ്സിലെ സങ്കല്പം, അവരുടെ ചിന്തകളിലുള്ള സൗന്ദര്യം അവർ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അത് അവർക്ക് സൗന്ദര്യ റാണിയായിട്ട് മതി. പക്ഷെ അത് മറ്റൊരാൾക്ക് കാണണമെന്നില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും അവരുടെ മനസ്സിന്റെ ഏത് തരത്തിലുള്ള കളറിങ്, ഏത് തരത്തിലുള്ള ചിന്തകളാണ്, ഏത് തരത്തിലുള്ള വൃത്തികളാണ്, വിചാരങ്ങളാണ് പ്രബലമായിട്ടിരിക്കുന്നത്, അതിനെ അനുസരിച്ചാണ് മുന്നിൽ വരുന്ന ലോകത്തെ മുഴുവൻ കാണുന്നത്. അങ്ങനെ മുന്നിൽ വരുന്ന ഈ ലോകം എന്ന് പറയുന്നത് എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചായിട്ട് അതിനെ മാറ്റിയെടുക്കുമ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും വിചിത്രമായിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയോ ലോകം അങ്ങനെ ഞാൻ കാണുവാൻ തരത്തിൽ, അതായത് ലോകത്തിൽ നിന്ന് ഭിന്നനായിട്ട് ലോകത്തിനെ മുഴുവനും കൂടെ അന്യവത്കരിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും മംഗളകരമായ രീതിയിൽ എനിക്ക് കാണുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നും അതീതനായിട്ട് എനിക്ക് മാറാൻ സാധിക്കും. അതിനാല് അല്ലയോ ദേവന്മാരെ, ഞാൻ കണ്ണുകൾ കൊണ്ട് മംഗളകരമായിട്ടുള്ളതിനെ കാണട്ടെ എന്ന് മാത്രമല്ല, ആത്മജ്ഞാനത്തിന് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തെ നോക്കേണ്ടതില്ല. ഭക്ഷണം കഴിച്ചാലും പ്രശ്നമില്ല, കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. അക്കാര്യത്തിലൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ശരീരത്തെ നല്ലതായിട്ട് തന്നെ നോക്കണം. ഇതിന് നമുക്ക് സ്വയമേവ നമുക്ക് നോക്കാൻ സാധിച്ചില്ലെങ്കിൽ ദേവന്മാരോട് പ്രാർത്ഥിക്കുകയാണ്. സ്ഥിരൈരംഗൈഹി തുഷ്ടുവാകും സസ്തനൂഭിഹി വ്യശേമ ദേവഹിതം യദായുഹു. എത്ര കാലം ജീവിച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്ന ഒന്ന് മാത്രം നമ്മുടെ കയ്യിലല്ല. ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കാം, പക്ഷെ ആയുസ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ആയുസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം, ആയുസ്സില് അകാല മൃത്യു വരാതെ നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷേ ആയസിന്റെ അവസാനത്തെ വാക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാലത്തിന്റെ കയ്യിലാണ്, ഈശ്വരന്റെ കയ്യിലാണ്. അതുകൊണ്ട് ദേവന്മാരാൽ എത്ര കാലമാണോ എനിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്, ഈ പ്രത്യേക ദേഹസംഘാതത്തിന് ഈ ജീവന് ശരീരത്തിൽ വർത്തിക്കുവാൻ വേണ്ടിയിട്ട് ഏതൊരു കാല പരിമിതിയാണോ പരിമാണമാണോ നൽകിയിരിക്കുന്നത്, ആ കാലം പൂർണ്ണമായിട്ടും ദേവന്മാർക്ക് ഹിതം ചെയ്യുന്നവനായിട്ട്, പ്രിയം ചെയ്യുന്നവനായിട്ട്, അർച്ചന ചെയ്യുന്നവനായിട്ട് ഞാൻ ഭവിക്കുമാറാവട്ടെ. വിഷേമ ദേവഹിതം യദായുഹു സുസ്ഥിന ഇന്ദ്രോ വൃദ്ധശ്രവാഹ. വൃദ്ധശ്രവാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വൃദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർദ്ധിച്ചവൻ എന്നാണ് അർത്ഥം. വൃദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇനിയിപ്പോ ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള ഒരർത്ഥത്തിൽ ഇതാണ് വാക്കുകൾ കൊണ്ട് നമ്മൾ വികലമാക്കി